വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ഈശോ മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ പല മുൻവിധികളോടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നവരാ നമ്മളെല്ലാവരും. ഇതാ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു അഭിഷേക വചനം മുൻവിധികളില്ലാതെ, തെറ്റിദ്ധാരണകളില്ലാതെ ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അഭിഷേക വചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം തിരുവചനം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ ഓരോരുത്തരെ നയിക്കും. ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് നൽകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വ്യക്തികളെക്കുറിച്ചും ചില തെറ്റായ ധാരണകൾ, ചില മുൻവിധികളുണ്ട്. ഈ വ്യക്തി ഇങ്ങനെ ആയിരിക്കും, ഈ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശരിയാവുകയില്ല, അല്ലെങ്കിൽ എനിക്ക് പണ്ടേ അറിയാം ഈ വ്യക്തിയെക്കുറിച്ച്. ഇങ്ങനെയൊക്കെയുള്ള പല തെറ്റിദ്ധാരണകൾ, മുൻധാരണകളുമായിട്ട് നമ്മളൊരു കാര്യത്തെ, ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ സമീപിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ആ വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് പറ്റില്ല, ആ വ്യക്തിയെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല, ആ വ്യക്തിയോട് സ്നേഹത്തോടെ പെരുമാറാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കാതെ വരും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥതകൾക്ക് ഇത് കാരണമായി തീരും. അവ്യക്തമായ ചില അറിവുകൾ, ചിലത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലെ, ഈശോ അന്ധൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്ത് കാണുന്നു? അവൻ പറയുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു, മരങ്ങളെ പോലെ ഇരിക്കുന്നു. മനുഷ്യരെ കാണുന്നു, പക്ഷെ മരങ്ങളെ പോലെ. എന്ന് വെച്ചാൽ കാഴ്ച പൂർണ്ണമല്ല, കാഴ്ചപ്പാട് കൃത്യമല്ല, വ്യക്തതയില്ല. ഈശോ വീണ്ടും അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ അവൻ മനുഷ്യരായി കാണുന്നു. ഒരു കാര്യത്തെ സത്യത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ, യാഥാർത്ഥ്യത്തിൻ്റെ നിറവിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ഉണ്ടായാൽ കാര്യമില്ല, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൻ്റെ പൂർണ്ണതയെ തിരിച്ചറിയുന്നതും നമ്മുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു വരുമ്പോൾ വ്യക്തതയോടെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിനം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ചില മുൻവിധികളോടെ, തെറ്റിദ്ധാരണകളോടെ, ഇന്ന വ്യക്തി ഇന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ഞങ്ങളുടെ ബന്ധങ്ങളിലും ഞങ്ങളുടെ ജീവിത മേഖലകളിലും ഒത്തിരി അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു. എൻ്റെ കാരുണ്യവാനായ ദൈവമേ, സത്യത്തിൻ്റെ നിറവിലേക്കും പൂർണ്ണതയിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ നയിക്കണമേ. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഗ്രഹിക്കുവാനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ ജീവിത ഉദ്യമ മേഖലകളെ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ പരിശുദ്ധാത്മാവെ വിശുദ്ധീകരിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ കൃപയാർന്ന ആശീർവാദത്താൽ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.